പ്രതീക്ഷയുടെ കിരണമറ്റു എന്ന് കരുതിയിടത്താണ് പ്രകാശകിരണവുമായി ഒരു പണ്ഡിതൻ്റെ ഇടപെടലുകൾ സാർത്ഥമാകുന്നത്. മതവിദ്വേഷത്തിലൂടെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഈ കാലത്ത് മതകാരുണ്യമെന്ന് ഊട്ടിയുറപ്പിക്കുന്ന പണ്ഡിതധർമ്മം കൂടിയാണിത്. ഒരു ഭരണാധികാരിക്ക് അതിർവരമ്പുകളുണ്ടാകാം, പക്ഷേ പാണ്ഡിത്യത്തിനു മുന്നിൽ പല വാതിൽ കെട്ടുകളും മാഞ്ഞില്ലാതാകുന്നു. കാരുണ്യം പൂ പോലെ വിടരുന്നു. മനുഷ്യർ തമ്മിൽ വിദ്വേഷമില്ലാത്ത നല്ല നാളേക്കായി നമുക്കും പ്രാർത്ഥനാനിരതരാവാം. നിമിഷപ്രിയയുടെ വധശിക്ഷ ഉദ്യോഗത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ആശ്വാസത്തിൻ്റെ വെട്ടം തെളിയിച്ച് കാന്തപുരം AP ഉസ്താദ്. നിമിഷപ്രിയയുടെ വധശിക്ഷ ആദരണീയനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് നിർത്തിവച്ചിരിക്കുന്നു എന്ന വാർത്ത ഏറെ ആശ്വാസകരമാണ്. യമനിലെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായ ഇടപെടൽ നടത്തിയ ഉസ്താദിൻ്റെ പരിശ്രമങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ വേർതിരിക്കാൻ ശ്രമിക്കുന്ന വർത്തമാനകാലത്ത് മനുഷ്യത്വമാണ് ഏറ്റവും പരമപ്രധാനം എന്ന് വ്യക്തമാക്കുന്നതാണ് ഈയൊരു സംഭവം. നിമിഷപ്രിയയുടെ ജയിൽ മോചിതയായ വാർത്ത എത്രയും പെട്ടെന്ന് നമ്മുടെ കാതുകളിലെത്തട്ടെ. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്ന വാർത്ത വന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് ഇത്രയും സ്വാധീനമുണ്ടെന്ന് മലയാളികൾ മനസ്സിലാക്കുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിൻ്റെ ഇടപെടൽ മൂലമാണ് നാളെ തൂക്കിലേറ്റാനിരുന്ന നിമിഷപ്രിയ എന്ന സഹോദരിയുടെ വധശിക്ഷ മരവിപ്പിച്ചത്. വധശിക്ഷ ഒരു പ്രാകൃത ശിക്ഷയാണ് എന്ന് വിശ്വസിക്കുന്ന ഈയൊരു കാലത്ത് ഉസ്താദിൻ്റെ ഇടപെടലിന് കയ്യടിക്കാതിരിക്കാൻ പറ്റുന്നില്ല. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനം കാത്ത് അവസാന നിമിഷങ്ങൾ. കോടതി കേസ് വിധിച്ചു. സാധാരണക്കാർക്ക് ഇടപെടലുന്നതിന് ഒരു പരിമിതികളുണ്ട്. കേവലം പണം കൊടുത്തു എന്നത് മാത്രം കൊണ്ട് ഒരാളെയും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. പകരം ബ്ലഡ് മണിയായി സ്വീകരിക്കാൻ കൊല്ലപ്പെട്ടവരുടെ കുടുംബം തയ്യാറാകുന്നിടത്താണ് നമുക്ക് ഇടപെടാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നിമിഷപ്രിയയുടെ കേസിൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ഇതുവരെ മാപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. നിമിഷപ്രിയയ്ക്കു വേണ്ടി അവരുടെ അമ്മ കേന്ദ്ര സർക്കാരിൻ്റെ അടുക്കൽ ബന്ധപ്പെട്ടുവെങ്കിലും അത് പരിഗണിക്കപ്പെട്ടിരുന്നില്ല. 8 വർഷമായി നിമിഷപ്രിയയുടെ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും അമ്മയും എല്ലാവിധ ഭരണകേന്ദ്രങ്ങളിലും കയറിയിറങ്ങുന്നത്. ഒരു മനുഷ്യൻ പ്രതിസന്ധിയിലായാൽ ആ രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാരാണ് ഇടപെടേണ്ടത്. ഒരു രാജ്യത്തിൻ്റെ എംബസികളും കോർപ്പറേറ്റുകളും പ്രവർത്തിക്കുന്നത് പൗരന്മാർക്ക് വേണ്ടിയാണ്. പക്ഷേ കാര്യമായൊന്നും സംഭവിച്ചില്ല. അതിനിടെ കുറച്ച് ശുഭവാർത്തകൾ കേൾക്കുന്നു. മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കാന്തപുരം AP മുസ്ലിയാർ യമനിലെ പ്രശസ്ത പണ്ഡിതൻ ഹബീബ് ഉമർ തങ്ങളുമായി ആ കുടുംബത്തിന് വേണ്ടി നിരാധനം സംഭവിക്കുന്നതിനു വേണ്ടി ഇടപെട്ടിരിക്കുന്നു. ഇനിയും നല്ല വാർത്തകൾ സമ്മാനിക്കട്ടെ.